മുഴുവനും എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാം യേശുക്രിസ്തുവിന്റെ DNA ആണ് അല്ലെ. നമ്മൾ പുതിയ വ്യക്തിത്വങ്ങളാണ്. പഴയതെല്ലാം പോയി പുതിയത് വന്നു അല്ലെ. ഒരു ന്യൂനെസ് ഓഫ് ലൈഫിലേക്കാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അനുകരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവം എന്നുള്ള പിതാവിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, പിതാവ് സ്പിരിറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് സ്പിരിറ്റ് അയക്കുന്ന പിതാവിനെ നമുക്ക് അനുകരിക്കാൻ പറ്റത്തില്ല. ഹോളി സ്പിരിറ്റ് ഗോഡിനെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ ഹോളി സ്പിരിറ്റ് ഗോഡ് യേശു ക്രിസ്തുവിനെ പറ്റി റിവീൽ ചെയ്ത് തരുക ചെയ്യുന്നത് അല്ലെ. അപ്പം നമുക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിനെ അനുകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അനുകരിക്കുന്നതിന് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് മനുഷ്യന്റെ രൂപത്തില്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതും ദൈവം ഇങ്ങോട്ട് വന്നതും ലോകത്തിലേക്ക് വന്നതും ആണ് മനുഷ്യന്റെ രൂപത്തിൽ യേശു ക്രിസ്തുവായിട്ട് അല്ലെ. യഹോശുവ അല്ലെ, യേശു ആയിട്ട് ഈ ലോകത്തിലേക്ക് വന്നതാണ്. അപ്പോ യേശുവിനെ അനുകരിക്കുക എന്നാണ് പിതാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പോൾ വഴി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ യേശുവിന്റെ സ്വഭാവം നമ്മൾ അനുകരിക്കുന്ന വ്യക്തികളായിരിക്കുക. ഈ ലോകത്തില് ദൈവം യേശുക്രിസ്തു മനുഷ്യനായിട്ടുണ്ടായിരുന്ന സമയത്തും എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനെ തന്നെ അല്ലെ. കമ്പാഷനേറ്റ് അല്ലാതെ ഒരു കാര്യം ദൈവം ചെയ്യത്തില്ല. യേശുക്രിസ്തു ചെയ്തിട്ടില്ല. മേഴ്സി അല്ലെ, കരുണയോടെ അല്ലാതെ ഒരു കാര്യം യേശുക്രിസ്തു ചെയ്തിട്ടില്ല. പാപികളായി നമ്മളെ തേടിയെത്തിയപ്പോഴും, നമ്മളെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോഴും എല്ലാം, നമുക്കൊരു പുതിയ ജീവൻ തന്നപ്പോഴും എല്ലാം യേശു ചെയ്തത് ഇതാണ്. കമ്പാഷൻ നിന്നുകൊണ്ടാണ് അല്ലെ, തന്റെ കരുണയിൽ നിന്നുകൊണ്ടാണ് യേശുക്രിസ്തു എല്ലാം ചെയ്തത് അല്ലെ. നമ്മൾക്ക് വേണ്ടി അതേ സമയത്ത് തന്നെ പിതാവിന്റെ ആ ഒരു എന്താ പറയുന്നത്, റൈറ്റസ്നെസ്സും കീപ്പ് ചെയ്യണം അല്ലെ. അതിനുവേണ്ടി തന്നെയാണ് ക്രോസ് ഓഫ് കാൽവറിയിൽ മരിക്കുകയും ചെയ്തത് അല്ലെ. ക്രോസ് ഓഫ് കാൽവറി എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ റൈറ്റസ്നെസ്സും കൂടെ ടുഗദറായിട്ട് വന്നൊരു സ്ഥലമാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങനെ സ്നേഹം പോലത്തെ ഒരു സ്നേഹമില്ലെന്നാണ്. താങ്ക് യു ജീസസ്. ഞങ്ങളെ ഒന്നിനും കൊള്ളാത്തവരായിരുന്ന സമയത്ത്, ഞങ്ങൾ പാപികളായിട്ട് വീണു പോയിരുന്ന സമയത്ത് കർത്താവേ, അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നതും പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതും കർത്താവേ. ഇതിനൊന്നും അർഹരായിട്ടുള്ള വ്യക്തികളല്ല ഞങ്ങൾ കർത്താവ്. പക്ഷെ അങ്ങ് ഞങ്ങളെ തേടിയെത്തിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞ്, കമ്പാഷൻ ഇല്ലാതെ ഒരിക്കൽ പോലും ഒരു കാര്യം അങ്ങ് ചെയ്തിട്ടില്ല. താങ്ക് യു ജീസസ്. അങ്ങനെയുള്ള സ്വഭാവം ഞങ്ങളുടെ ഉള്ളിലും കാണട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്കിന്ന് മത്തായിലേക്ക് പോകാം. മത്തായിന്റെ 9:9-13 വരെയുള്ള വാക്കുകൾ. സുവിശേഷം മാത്യുവിന്റെ 9-13 വരെയുള്ള വാക്കുകൾ എല്ലാവർക്കും അറിയാവുന്ന വാക്കുകൾ തന്നെ, പെട്ടെന്നൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശു അവിടെ നിന്ന് പോകുമ്പോൾ, അവിടെ നിന്ന് പറയുമ്പോൾ ക്യാപ്പനം, യേശുവിന്റെ സിറ്റി അല്ലെ, അവിടെ നിന്ന് പോകുമ്പോൾ, അപ്പൊ അതിന് മുമ്പത്തെ വാക്കുകൾ വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. യേശുക്രിസ്തു ഒരു എന്താ പറയാ, പരാലിസിസ് വന്ന് കടന്നിരുന്ന ഒരു വ്യക്തിയെ ഹീലാക്കുന്നു അല്ലെ. അപ്പൊ അദ്ദേഹത്തോട് നിന്റെ പാവങ്ങളൊക്കെ പുറത്തിരിക്കും എന്നൊക്കെ പറയുമ്പോൾ പരീശന്മാർക്കും സാദുസീസുകൾക്കും അതൊന്നും അത്രയ്ക്ക് ബോധിക്കുന്നില്ല. അവര് ഇങ്ങനെ ബ്ലാസ്മയും പറയുവാന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിനൊക്കെ നടന്നതിന് ശേഷം പിന്നെ വരുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റു അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു. പരീശന്മാർ അത് കണ്ടു അവന്റെ ശിഷ്യന്മാരോടും, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പിൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, യേശു പറഞ്ഞ പോലെ തന്നെ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്. നമുക്കറിയാം ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം, മനുഷ്യവർഗം മൊത്തം പാപികളായി പോയവരാണ് അല്ലെ. ദൈവം നമുക്ക് തന്നിരുന്ന ഗ്ലോറിയിൽ നിന്ന് വീണു പോയിട്ട്, ആ ഒരു ഗ്രേസിൽ നിന്ന് വീണു പോയിട്ട് നമ്മള് പാപികളായി തീർന്നവരാണ്. ഈ ലോകത്തിൽ ഒരാൾ പോലും, ഒരു വ്യക്തികൾ പോലും പാപികൾ ഇല്ലാതിരുന്നിട്ടില്ല അല്ലെ. അപ്പൊ ഇന്നും നമ്മൾ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്ന വ്യക്തികളായതുകൊണ്ട്, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരെ ദൈവം വിളിക്കുന്ന പേര് ദൈവത്തിന്റെ മക്കൾ എന്നാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ പാപികളായിരുന്നു. ഈ ലോകത്തുള്ള വ്യക്തികൾ പാപികളും ആയിരുന്നു അല്ലെ. അപ്പൊ ഈ
പാപികളോട് ദൈവത്തിനുണ്ടായിരുന്നത് കരുണ മാത്രം. ദൈവത്തിന് ഇന്നും ഉള്ളത് കരുണ മാത്രമാണ്. അല്ലെ? അതാ ദൈവം പറഞ്ഞിരിക്കുക, ധീരക്കാരെ അല്ലാതെ സൗഖ്യമുള്ളവരെ ഉള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തുള്ള കരുണയെ അത്ര ഞാൻ പ്രസാദിക്കും എന്നുള്ളത് എന്തൊന്ന് പോയി പഠിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അതിന് മുമ്പായിട്ട് പറയട്ടെ, യേശു കാപ്പർനോം എന്നുള്ള തന്റെ സിറ്റിയിൽ നിന്ന് അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന പേരുള്ള ഒരു വ്യക്തി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് ദൈവം മനുഷ്യരെ വിളിക്കുന്നതിനായിട്ട് വന്നിരിക്കുന്നവനാണ്. അല്ലെ? അവരായിരിക്കുന്ന പടുകുഴിയിൽ നിന്ന് അവരെ കരകയറ്റിക്കൊണ്ട് അവരെ തന്റെ ജീവിതത്തിലേക്ക് വിളിച്ചവനാണ് യേശുക്രിസ്തു മനുഷ്യനെ. അപ്പൊ ഈ പാപിയായിരുന്ന ചുങ്കക്കാരനായ മത്തായി എന്നുള്ള വ്യക്തിയെയും യേശു വിളിക്കുന്നു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ചുങ്കക്കാരന്മാരെല്ലാം അന്ന് ടാക്സ് കളക്ടേഴ്സ് അല്ലെ, അവരെല്ലാം പാപികളായിട്ടാണ് അന്നത്തെ ഉണ്ടായിരുന്ന വ്യക്തിയെ കരുതിയിരുന്നത്. പരീശന്മാരും ശാസ്ത്രിമാരും അല്ലെ കരുതിയിരുന്ന പാപികളായിട്ടാണ് അല്ലെ. അപ്പൊ പരീശന്മാരും ശാസ്ത്രിമാരോട് ഏറ്റവും വലിയ പാപികൾ എന്നുള്ള കാര്യം ആയിരുന്നു എന്നുള്ള കാര്യം അവർക്ക് പോലും മനസ്സിലാകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ചെയ്യുന്ന പാപം വലുത് കൂടില്ല എന്നുള്ളതല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് തങ്ങള് സെൽഫ് റൈറ്റ്യസ് ആണെന്നുള്ളത് ഒരു വിചാരമുണ്ട്. ഞങ്ങളാണ് എല്ലാവരെക്കാളും ഗ്രേറ്റ് എന്നുള്ളത്. അതൊരു വല്ലാത്ത പാപം തന്നെയാണ് അല്ലെ. അതൊരു ചെറിയ പാപമൊന്നുമില്ല, അത് വല്ലാത്തൊരു പാപം തന്നെ. അങ്ങനെ ഞാൻ വലിയവൻ എന്നുള്ള ഒരു വിചാരം വന്നിട്ടുണ്ടെങ്കിൽ അതും മതി ഒരു വ്യക്തിക്ക് വീണു പോകുന്ന അഹങ്കാരം അല്ല. അഹങ്കാരം ഉണ്ടെങ്കിൽ ഒരു വ്യക്തി വീണു പോകുക തന്നെ ചെയ്യും. അതുപോലെ മനസ്സുമായിട്ട് നടന്നിരുന്ന വ്യക്തികളാണ് അന്നത്തെ എന്താ പറയുക പരീശന്മാരും ശാസ്ത്രിമാരും. അപ്പൊ യേശു തന്നെ ഒരു കഥ പോലെ പറഞ്ഞിരിക്കുന്ന, ഒരു പാരബിൾ പോലെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്, ഒരു പരീശനും ഒരു ചുങ്കക്കാരനും കൂടെ ദേവാലയത്തിന് മുമ്പ് ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യത്തെപ്പറ്റി വന്ന് ചുങ്കക്കാരൻ ചങ്കില് അടിച്ചിട്ട് എന്റെ ദൈവമേ, എനിക്ക് ദൈവത്തിന്റെ മുമ്പിലേക്ക് ദൈവത്തിലേക്ക് നോക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാരണം അദ്ദേഹം പാപി എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് അറിയാം അല്ലെ. പക്ഷെ മറ്റേ വ്യക്തി അങ്ങനെയല്ല പറഞ്ഞു, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലല്ലോ, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ അല്ലെ. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഫാസ്റ്റിംഗ് എടുക്കും, ഞാൻ സകലതിനും തയ്ത്ത് കൊടുക്കും, ഞാൻ ഭയങ്കര വ്യക്തി, എനിക്കുള്ളതിന്റെ എല്ലാം ദശാംശം കൊടുക്കും, ഞാൻ വലിയ ഭയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ, ഞാൻ റൈറ്റസ് ആയിട്ടുള്ളവനാണ്, ഞാൻ ഇവരെ പോലും ഒന്നല്ലോ എന്ന് പ്രാർത്ഥിക്കുമ്പോ യേശുക്രിസ്തു എന്താ പറഞ്ഞു, മറ്റേയാൾ ആ ചുങ്കക്കാരൻ അയാള് നീതീകരിക്കപ്പെട്ടു അല്ലെ, ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടു ദൈവത്തിന് മുമ്പിൽ. ഈ പരീശൻ അങ്ങനെ ആക്കപ്പെട്ടില്ല. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീശന്മാരോ അന്നത്തെ കാലത്ത് അവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് റൈച്ചസ്നെസ് അല്ലെ, സ്വന്തം നീതിയിൽ അഹങ്കരിച്ച് ഞാൻ വലിയവനെന്നുള്ള അഹങ്കരിച്ച് നടത്തുന്ന വ്യക്തികളാണ്. ഇവിടെ ഇങ്ങനെ ചുങ്കക്കാരനെ അയക്കുന്ന മത്തായിനെ യേശു വിളിക്കുകയാണ്, എന്നെ ഫോളോ ചെയ്യാൻ പറയണം. അപ്പൊ ചുങ്കക്കാരെ പറ്റി പറയുവാണെങ്കിൽ ഒരു വാക്കിൽ പറയുവാണെങ്കിൽ അന്നത്തെ ചുങ്കക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ അല്ലെ, ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാര്. അപ്പോ ഒന്നാമതേ ജെന്റൈൽസ് ആയിരുന്നല്ലോ, റോമൻസ് എന്ന് പറയുമ്പോൾ ജാതികളായിരുന്നല്ലോ. അപ്പൊ ജാതികളുമായിട്ട് ചുങ്കക്കാര് അടുത്തിടപഴകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യൂതന്മാർക്ക് ചുങ്കക്കാരെ താല്പര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ജാതികളുമായിട്ട് ഒരു കാര്യത്തിന് അവര് അടുക്കത്തില്ലായിരുന്നല്ലോ. അവർക്ക് അവരുടെ ട്രഡീഷൻ വെച്ച് നോക്കുമ്പോ അവര് ജാതികള് അശുദ്ധിയുള്ളവരാന്നൊക്കെ ഒരു വിചാരത്തില്. അപ്പൊ ജാതികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചുങ്കക്കാര് ജാതികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവര് അല്ലെ, റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന, ടാക്സ് കളക്ട് ചെയ്തുകൊണ്ട് ടാക്സ് പിരിച്ചുകൊണ്ടിരുന്ന ആൾക്കാര്. അപ്പൊ അങ്ങനെയാകുമ്പോ ആ ഒരു രീതിയില് അവര് സോഷ്യലി അവരെ ചുങ്കക്കാരെ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യത്തില്ല, സ്വീകരിക്കത്തില്ലായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ ചുങ്കക്കാരുടെ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് അവരും കുറച്ച് കള്ളത്തരത്തിലൊക്കെ കാശ് വാങ്ങിച്ചെടുക്കുമായിരുന്നു അല്ലെ. അവര് കുറച്ച് കൂടുതൽ ടാക്സ് ഒക്കെ വാങ്ങിച്ചെടുക്കുമായിരുന്നു. സക്കയാസിന് അങ്ങനെ, സക്കയാസിന്റെ വീട്ടില് യേശുക്രിസ്തു ചെന്നപ്പോഴേക്കും സക്കയാസ് ഇങ്ങനെ പറഞ്ഞതേക്കും, ഞാൻ എന്താ പറയുക ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് 4 ഇരട്ടി കൊടുക്കാം അല്ലെ, എന്റെ സ്വത്തിന്റെ പകുതി തന്നെ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാല് സക്കയാസ് നന്നായിട്ട് കാശുണ്ടാക്കി മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിരിച്ചു. അപ്പൊ ചുങ്കക്കാര് പാപം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾ, മറ്റുള്ളവരെല്ലാവരും പാപം ചെയ്തവരൊക്കെ തന്നെയാണ്, എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, പരീശന്മാരുടെ വാക്കനുസരിച്ച് ചുങ്കക്കാര് പാപികളും എന്താ ടാക്സ് ചുങ്കം പിരിക്കുന്ന ആൾക്കാർ അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ളവരുടെ അടുത്തേക്ക് യേശുക്രിസ്തു അവരിൽ ഒരാളെ വിളിക്കുന്ന യേശു, പിന്നെ അത് തന്നെയല്ല അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു
അല്ലെ, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കി, യേശു ആം, വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. എല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു. ആം, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര്, ഇപ്പൊ പരീശന്മാരും ശാസ്ത്രിമാരും അവര് മിക്കവാറും തന്നെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചില ആൾക്കാർ, നിക്കോഡമസിനെ പോലെയുള്ളവരും അങ്ങനെ ജൈറസിനെ പോലെയുള്ള ആൾക്കാരൊക്കെ യേശുക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? ദൈവത്തിൽ നിന്നുള്ളതാണെന്നും മെസ്സിയാണെന്നുള്ള ഒക്കെ ഉള്ള ഒരു അറിവില് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സാധാരണക്കാരായ മിക്കവാറും ആൾക്കാർക്ക് യേശുക്രിസ്തു മെസ്സയാണെന്നുള്ള കാര്യം അറിയാമായിരുന്നു, അല്ലെ? ദാവീദ് പുത്ര എന്നൊക്കെ വിളിക്കുമായിരുന്നു, യേശുവിനെ വിളിക്കുമെന്നുള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെയാകുമ്പോ ആ ദാവീദ് പുത്രൻ, അല്ലെ, ദൈവത്തിൽ നിന്നുള്ളവൻ തങ്ങളുടെ അടുത്തേക്ക് വരികയും തങ്ങളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് അവരുടെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമായിരുന്നു, അല്ലെ? യേശുക്രിസ്തു മനഃപൂർവ്വം ചെയ്തതാണ് അത്, അല്ലെ? ആ ചുങ്കക്കാരുടെ അടുത്ത് പോയിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് മനഃപൂർവ്വം യേശുക്രിസ്തു ചെയ്തത്. എന്താന്ന് വെച്ചാല് തനിക്ക് അവരോടുള്ള സ്നേഹം, തനിക്ക് അവരോടുള്ള കരുണ കാണിക്കുന്നതിന് വേണ്ടി, അല്ലെ? അതുകൊണ്ട് തന്നെ ആ ചുങ്കക്കാരന്റെ വീട്ടില് സാധാരണക്കാരനായ ഒരു റബ്ബായി, സാധാരണക്കാരനായിരിക്കുന്ന ഒരു ഫാരിസി ഒരിക്കൽ പോലും പോകത്തില്ല, അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കത്തില്ല. പക്ഷെ യേശുക്രിസ്തു ആ ഒരു കരുണ അവരുടെ നേരെ കാണിച്ചപ്പോൾ യേശുവിന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരുപാട് ചുങ്കക്കാരും ഒരുപാട് പാപികളും വന്നിരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിരുന്നു, കരുണ നമ്മുടെ ദൈവം കാണിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെ കുറ്റപ്പെടുത്തിയ പരീശന്മാരോട് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് പ്രസാദം എന്താ പറയണേ, കരുണ കാണിക്കുന്നതിലാണ് എന്ന്, കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുക എന്നുള്ളത് എന്തെന്നോ പോയി പഠിപ്പിന്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരുണയിൽ അത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു സ്ക്രിപ്റ്ററാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസേയക്കകത്ത് എഴുതി വെച്ചിരുന്ന ഒരു വാക്കാണ്. ഇവർക്ക് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്ന, അല്ല, പ്രോഫറ്റുമാരിൽ ഒരാളാണല്ലോ ഹോസേയ. അപ്പൊ ഹോസേയ വഴി ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണത്. അപ്പൊ ഇവരിങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ദൈവത്തിന്റെ വചനം തലങ്ങും വിലങ്ങും പഠിച്ചു അതിലെല്ലാം വലിയ പ്രമാണിമാരായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ എന്നാലും ദൈവം അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളോ അതിന്റെ അർത്ഥങ്ങളോ ഒന്നും അറിയത്തില്ല. അപ്പൊ ദൈവം തന്നെ ഹോസേയക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം 6ാമത്തെ ചാപ്റ്ററിൽ 6ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, എനിക്ക് കരുണയാണ് പ്രസാദിക്കുക. കുറച്ച് സാക്രിഫൈസ്, കുറച്ച് ബലി മുമ്പിലിട്ട് ചെയ്തു കൊടുത്തിട്ടൊന്നും ദൈവത്തിന് അതിനോടൊരു താല്പര്യമില്ല. 1-ാമത്തെ സാമുവേൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ബലിയേക്കാളും ദൈവത്തിന് ഇഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരണയുള്ളവരാണ്, അല്ലെ? അനുസരണയുള്ളവരായിരിക്കുന്ന ദൈവത്തിന് ഇഷ്ടം, ഒബീഡിയന്റ് ആയിരിക്കുന്ന താല്പര്യം. അപ്പൊ ഒബീഡിയന്റ് അല്ലാതിരിക്കുക, നമ്മൾ അനുസരണ ഇല്ലാത്തവരാന്നൊക്കെ പറഞ്ഞാല് അത് വിച്ച് ക്രാഫ്റ്റ്, മന്ത്രവാദം ചെയ്യുന്ന പോലെ തന്നെയാണ്, അല്ലെ? ദൈവത്തോട് അനുസരണ ഇല്ലാത്തവരായിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ദൈവത്തിന് ഇഷ്ടം. അനുസരണയുള്ളവരായിരിക്കുക, കരുണയുള്ളവരായിരിക്കുക എന്നുള്ള. അപ്പൊ ദൈവം യേശുക്രിസ്തു എപ്പോഴും കരുണയിലാണ് പെരുമാറിയിരിക്കുന്നത്. എല്ലാ വ്യക്തികളും ഒരിക്കൽ പോലും ആരെയും തള്ളിക്കളയാതെ, ഈ പരീശന്മാരെ ശാസ്ത്രിമാരെ പോലും യേശുക്രിസ്തു തള്ളിക്കളഞ്ഞിട്ടില്ല. ജൂഡാസ് ഇസ്കാരിയോട്ടിനെ തള്ളിക്കളഞ്ഞിട്ടില്ല, അല്ലെ? പീറ്റർ കൂടെ നടന്നിട്ട് 3 വർഷം തള്ളിക്കളഞ്ഞ പീറ്ററിനെയും, യേശുവിനെ തള്ളിപ്പറഞ്ഞ പീറ്ററിനെയും യേശുക്രിസ്തു തള്ളിക്കളഞ്ഞിട്ടില്ല. ആരെയും തള്ളിക്കളയത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കരുണ എന്നുള്ളതിന് ദൈവം അത്രയധികം വില കൊടുക്കുക ചെയ്തിരിക്കുന്നത്. ഇതേ ചാപ്റ്ററിന്റെ തന്നെ 35 തൊട്ട് 38 വരെ, മത്തായിയുടെ 9:35 തൊട്ട് 38 വരെ വാക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന, യേശുക്രിസ്തു പട്ടണം തോറും ഗ്രാമം തോറും എല്ലാ വില്ലേജുകളിലല്ലേ, സിറ്റിയിലും വില്ലേജിലും എല്ലാം നടന്ന് എല്ലാ സിനഗോഗിലും പോയി പഠിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഇരുന്ന് ആൾക്കാരെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പൊ ഒരുപാട് പുരുഷാരത്തെ കണ്ടിട്ട് യേശുവിന്റെ മനസ്സല്ലയോ കരുണയോടുകൂടി ദൈവം യേശുക്രിസ്തു നോക്കുക. കാരണം എന്ന് വെച്ചാല് പുരുഷാരത്തെ കാണുമ്പോ അവരെ പുറമേ ഉള്ളതിനെ പറ്റിയല്ല പറഞ്ഞത്, അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആത്മാവിന്റെ കാര്യം പറഞ്ഞിരിക്കുന്ന. എന്താ പറയുക, ആട്ടിടനില്ലാതെ ആട്ടുകുഞ്ഞുങ്ങളെ പറ്റി പോലെ ചിന്നിയവരായിട്ട്, കുഴഞ്ഞവരായിട്ട്, വിയറിയായിട്ട്, വീക്കായിട്ട്, ചിന്നി തെറിച്ച് നടക്കുന്നവരായിട്ട്, അല്ലെ? ആരും സംരക്ഷിക്കാനില്ലാതെ, ആരും കൺട്രോൾ ചെയ്യാൻ, ആരും ഭക്ഷണം കൊടുക്കാനില്ലാതെ നടക്കുന്ന ആട്ടുകുഞ്ഞുങ്ങളെ പോലെ യേശുവിന് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കാണുന്നതെല്ലാം, യേശു നോക്കുന്നതെല്ലാം കമ്പാഷൻ ഉള്ള ഒരു കണ്ണുവഴി മാത്രം നോക്കുന്നത്. അപ്പൊ നമ്മളോട് ദൈവം അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൊളോസ്യർ ലേഖനത്തിലെ 3 പോകുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മള് പുതിയ ജനനം, വീണ്ടും ജനനം പ്രാപിച്ചവരായിരിക്കുമ്പോ പുതിയ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോട് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കും. ഇവിടെ 3ാമത്തെ ചാപ്റ്റർ കൊളോഷ്യന്റെ 3:12 ഇങ്ങനെ പറഞ്ഞിരിക്കുക, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് പറയാം, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യ, ദീർഘക്ഷമ എന്നിവ ധരിക്കുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. താഴേക്ക് വരുന്ന വാക്കുകൾ വായിക്കുമ്പോ
13 തൊട്ട് 17 വരെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ചർച്ചിനകത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. നമുക്കറിയാം കൊളോസ്യർക്ക് എല്ലാ ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത് ചർച്ചിലേക്കാണ്. പക്ഷെ നമുക്കറിയാം ചർച്ചിനകത്ത് തന്നെ മാത്രം നമ്മൾ വിശുദ്ധന്മാരും പ്രിയരും എന്താ പറയുക മനസ്സലിവുള്ളവരും ദയുള്ളവരും താഴ്മയുള്ളവരും സൗമ്യത ഉള്ളവരൊക്കെ അങ്ങനെ ആയിരുന്നിട്ട് കാര്യമില്ല. ചർച്ചിന്റെ അകത്ത് അങ്ങനെ ആയിരിക്കണം. ചർച്ചിന്റെ നമ്മുടെ എല്ലാ സഹോദരന്മാരോടും അങ്ങനെ തന്നെ ആയിരിക്കണം പെരുമാറുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ പുറത്തുള്ളവരോടും കരുണയുള്ളവരായിരിക്കണം അല്ലെ. അതിനെപ്പറ്റിയാ പറയുന്നത്. നമുക്ക് ഈ കരുണയുള്ളവരും മനസ്സലിവുള്ളവര് സൗമ്യതയുള്ളവര് ദീർഘക്ഷമയുള്ളവർ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ തനതായിട്ടുള്ള സ്വഭാവമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മളെന്ന് പറഞ്ഞിരിക്കുക. കാരണം ദൈവത്തിന്റെ രാജ്യത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ട വ്യക്തികളാണ്. ദൈവത്തിന്റെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ. നമ്മുടെ സ്വഭാവം വെച്ചുകൊണ്ട് പുറത്തു പോയി കിടന്നുകൊണ്ട് നമ്മൾ ആൾക്കാരോട് പെരുമാറിയിട്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മള് ഗോസ്പലും കൂടെ പറയാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഒന്നാം തരം വർത്തമാനം തിരിച്ച് നമ്മളോട് പറയും അല്ലെ. ദൈവത്തിന്റെ കരുണയോടുകൂടി പെരുമാറിയെങ്കിൽ മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ റെപ്രസെന്റ് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. അതിനെപ്പറ്റി യേശു പറഞ്ഞിരിക്കുന്നത്. യേശു എങ്ങനെയായിരിക്കുന്നു അല്ലെ. ഒരാളോട് പോലും എതിരായിട്ട് ഒരാളെ പറ്റി പോലും മോശമായിട്ട് പിതാവിനോട് പറഞ്ഞില്ല. പറയാൻ കാര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടാണ് യേശുക്രിസ്തുവിനോട് ഇവര് യേശുക്രിസ്തുവിന് ക്ഷമിക്കണമേ എന്നേ പറഞ്ഞുള്ളൂ അല്ലെ. ക്രോസ് ഓഫ് കാൽവരിയിൽ കിടക്കുക ആ ക്രൂശുമരണത്തിന്റെ ഇടയിലും പറഞ്ഞത് പിതാവ് ഇവരോട് ക്ഷമിക്കണമെന്നാ പറഞ്ഞത്. നമ്മളൊക്കെ ആണെങ്കിൽ വിട്ടുകൊടുക്കും അല്ലെ. പിലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോഴും പരീശന്മാരും ശാസ്ത്രിമാരും പിന്നെ മഹാപുരോഹിതനൊക്കെ നിന്നോണ്ട് വാതോരാതെ യേശുവിന്റെ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. കുറ്റം പറഞ്ഞ് എന്തിരിക്കുന്നു? എന്നിട്ടും മനുഷ്യര് കുറ്റം പറയും അല്ലെ. കുറ്റം പറഞ്ഞിട്ട് പോലും ഇവരെ പറ്റി തിരിച്ച് ഒരു വാക്ക് പോലും കുറ്റം പറയാൻ യേശുക്രിസ്തു. അത് കണ്ടിട്ട് തന്നെ പീലാത്തോസിന് ആകെപ്പാടെ ആശ്ചര്യമായിരിക്കുക. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? പീലാത്തോസിന് ഒരു കാര്യം പിടികിട്ടി. ഇവന്മാര് കുറ്റം പറയുന്നവരാണ് കുറ്റക്കാരെന്ന്. യേശുക്രിസ്തു ഒന്നും കുറ്റം ചെയ്ത വ്യക്തിയൊന്നും അല്ലെന്നുള്ള കാര്യം പീലാത്തോസിന് മനസ്സിലായി അല്ലെ. അപ്പൊ അങ്ങനെ കരുണയോട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ ദൈവം. അപ്പൊ അതേ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു വ്യക്തിയോടാണെങ്കിലും സമൂഹത്തിലുള്ളവരാണ് നമ്മൾ കരുണയോടെ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെയല്ല നമ്മൾ ഈ സമൂഹത്തിലുള്ള വ്യക്തികളോടും പെരുമാറിക്കഴിഞ്ഞാൽ യേശുവിലേക്ക് അത് അവരെ കൊണ്ടുവരാനുള്ളൊരു മാർഗമായിരിക്കും. നമ്മുടെ പെരുമാറ്റം നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അല്ലെ. നമ്മള് സത്യസന്ധരായിട്ട് വിശ്വസ്തരായിട്ട് നമ്മൾ നിൽക്കുക തന്നെ വേണം. നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളായിരിക്കണം. അതോടൊപ്പം തന്നെ സ്നേഹത്തിന് വേണ്ടിയും കരുണയ്ക്കായിട്ട് നിൽക്കുന്ന വ്യക്തികൾ, അങ്ങനെ തന്നെ പെരുമാറുന്ന വ്യക്തികളായിരിക്കണം. അതാണ് യേശുക്രിസ്തു നമ്മളെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് യേശുക്രിസ്തു ചെയ്തത് അല്ലെ. താഴ്മയുള്ളവരായിരിക്കണം എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ സ്വഭാവം നമ്മൾ അനുകരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് ഞാൻ പറയണം ഉദ്ദേശം. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവ്, അങ്ങയുടെ നന്മയ്ക്കായിട്ട് അങ്ങയുടെ സ്നേഹത്തിനായിട്ട് കർത്താവ് ഞങ്ങളെ തേടിയെത്തുന്ന സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. അങ്ങനെ പോലെ ആയിരിക്കും ഞങ്ങൾക്ക് കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. അങ്ങ് എത്രമാത്രം കരുണയുള്ളവരായിരിക്കുന്നു, എത്രമാത്രം ഹമ്പിൾ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കുന്നു, അത്രയും നേരം ഞങ്ങളായിരിക്കട്ടെ കർത്താവ്. അങ്ങനെ പോലെ ആയി തീർക്കണം ഞങ്ങളെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണ കർത്താവ്, കൂട്ടായിട്ട് ഉണ്ടായിരിക്കണേ യേശുവിൻ അവരുടെ ജീവിതത്തിന്റെ വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ ഏരിയയിലും ജീവിതത്തിന്റെ സകല ഏരിയയിലും അവര് വിജയിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കട്ടെ. അങ്ങയുടെ കരുണ കൂടുള്ള വ്യക്തികളായിരിക്കട്ടെ. ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് നിറഞ്ഞ വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. അഭിഷേകം പ്രാപിച്ച വ്യക്തിയാക്കി ശക്തിപ്പെട്ടവരായിരിക്കട്ടെ. മനസ്സിന്റെ ഉള്ളിൽ കർത്താവ് യേശുവിൽ വളരെയധികം കർത്താവെ ആഴ്ന്ന റൂട്ടുള്ള വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇത് കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.